ഹായ്, വെൽക്കം ടു അവർ ചാനൽ ബസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും മെറി ക്രിസ്മസ്. ഇന്ന് നമുക്ക് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ യൂസ് ചെയ്യുന്ന ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്. അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് താറാവ്, സബോളയും കുഞ്ഞുള്ളിയും നീളത്തിലരിഞ്ഞത്, പച്ചമുളക് കീറിയത്, ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, വെള്ളം, ഉപ്പ്. ആദ്യം നമുക്ക് താറാവ് മാരിനേറ്റ് ചെയ്യാം. അതിനായി ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കിയ താറാവ് ഇടാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും തേങ്ങാക്കൊത്തും 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഇടാം. ഇനി കറിവേപ്പിലയും ഏകദേശം 1/4 കപ്പ് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും ഇടാം. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം. ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഇടാം. ഇനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച താറാവ് ഇതിലേക്ക് ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ച് 3 വിസിൽ വരെ വേവിക്കാം. മൂന്നാമത്തെ വിസിൽ അടിച്ചു. ഇതിനെ നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പോട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് സബോള അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് വഴറ്റാം. ഉള്ളി ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടാം. ഇനി 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞു. ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ചു വെച്ച താറാവ് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും 2 വറ്റൽമുളകും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റി താറാവ് കറിയിലേക്ക് ഒഴിക്കാം. ഇനി താറാവ് കറി തിരിച്ചടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ താളിച്ച് വെച്ച കൂട്ടിട്ട് മിക്സ് ചെയ്യാം.
താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി അടച്ച് അടുപ്പത്തുനിന്ന് മാറ്റി സെർവ് ചെയ്യാം. ഈ ഡക്ക് റോസ്റ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.